ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: റഷ്യൻ വിക്ടറി ഡേ പരേഡ് എന്നാണ്. ജൂൺ 24-നാണ് റഷ്യൻ വിക്ടറി ഡേ പരേഡ് ആചരിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: റെസ്ലിംഗിന്റെ ചരിത്രത്തിൽ അണ്ടർടേക്കർ എന്ന വിളിപ്പേരുള്ള ആർക്കാണെന്നുള്ളതാണ്. അപ്പോൾ റെസ്ലിംഗിന്റെ ചരിത്രത്തിൽ അണ്ടർടേക്കർ എന്ന് വിളിക്കുന്നത് ആരെ ആണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം മാർക്ക് കാലവേ. അപ്പോൾ മാർക്ക് കാലവേയാണ്, 55 വയസ്സുള്ള മാർക്ക് കാലവെയാണ് അണ്ടർടേക്കർ അല്ലെങ്കിൽ ഡെഡ് മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ റെസ്ലിംഗിന്റെ അണ്ടർടേക്കർ ആണ് ഈ കഴിഞ്ഞ ദിവസം റെസ്ലിംഗിൽ നിന്നും വിരമിച്ചിരിക്കുന്നത്. അപ്പോൾ WWE ചാമ്പ്യനായ കഴിഞ്ഞ 7 വർഷം WWE ചാമ്പ്യനായിരുന്നു അണ്ടർടേക്കർ. ഡെഡ് മാൻ എന്ന് വിശേഷണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള ചില എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1990-ലാണ് ഇദ്ദേഹം ഇതിന്റെ കരിയർ ആരംഭിക്കുന്നത്. അപ്പോൾ കരിയർ ആരംഭിച്ച അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ നിന്ന് വിരമിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: റെസ്ലിംഗ് ചരിത്രത്തിൽ അണ്ടർടേക്കർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർക്ക് കാലവേ. അടുത്ത ചോദ്യം: ആഭ്യന്തര ക്രിക്കറ്റിൽ അതികായൻ എന്ന വിശേഷണമുള്ള ആളാണ്. അപ്പോൾ ആരെയാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ അതികായൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ജീന്ദർ ഗോയലിനെയാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ അതികായൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിലെ അതികായൻ എന്ന് വിശേഷണമുള്ള ആളാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം രഞ്ജി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഒരു കളിക്കാരനാണ്. 637 വിക്കറ്റുകളാണ് ഇദ്ദേഹം കരസ്ഥമാക്കിയത്. 2017 BCCI ഇദ്ദേഹത്തിന് CK നായിഡു ആജീവനാന്ത പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അപ്പോൾ 2017 ഇദ്ദേഹം ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ അനുസരിച്ച് സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ട് BCCI ഇദ്ദേഹത്തിന് CK നായിഡു ആജീവനാന്ത പുരസ്കാരം നൽകി ആദരിച്ചു. അടുത്ത ചോദ്യം ഇതാണ്: പുതിയ ദക്ഷിണ നാവികസേന മെഡിക്കൽ ഓഫീസർ ആരാണ്? റിയൽ അഡ്മിറൽ RD സരീനാണ് ഉത്തരം. അപ്പോൾ റിയൽ അഡ്മിറൽ RD സരീനാണ് പുതിയ ദക്ഷിണ നാവികസേന കമാൻഡ് മെഡിക്കൽ ഓഫീസർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: വിപണി മൂല്യം 11 ലക്ഷം കോടി രൂപ കടന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏത് എന്നുള്ളതാണ്. അപ്പോൾ 11 ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്ന, ഏകദേശം $15,000 കടന്നിരിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ റിലയൻസിന്റെ ഇപ്പോഴത്തെ ഓഹരി മൂല്യം എന്ന് പറയുന്നത് 11 ലക്ഷം കോടി രൂപയാണ്. ആദ്യ ഇന്ത്യൻ കമ്പനിയാണിത്. അടുത്ത മറ്റൊരു ചോദ്യം ഇതാണ്: കേരള സൈഗാൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരള സൈഗാൾ എന്നറിയപ്പെടുന്നത് പാപ്പക്കുട്ടി ഭാഗവതരെയാണ് കേരള സൈഗാൾ എന്നറിയപ്പെടുന്നത്. പ്രശസ്ത സംഗീതജ്ഞനായ അദ്ദേഹമാണ് അന്തരിച്ചത് കഴിഞ്ഞ ദിവസം. പാപ്പക്കുട്ടി ഭാഗവതർ കേരള സൈഗാൾ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആറാമത്തെ ചോദ്യം ഇതാണ്: COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് 200 മില്യൺ യൂറോ നൽകുന്ന രാജ്യം. അപ്പോൾ ഏത് രാജ്യമാണ് ഇന്ത്യക്ക് ഇപ്പോൾ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 200 മില്യൺ യൂറോ നൽകുന്നത്? ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസ് ആണ് ഇന്ത്യക്ക് ഇപ്പോൾ 200 മില്യൺ യൂറോ നൽകുന്നത്. എന്തിനു വേണ്ടിയാണ്? COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അടുത്ത ചോദ്യം: ഓൺലൈൻ റിലീസ് നടത്തുന്ന ആദ്യത്തെ മലയാള സിനിമ. അപ്പോൾ ഏത് മലയാള സിനിമയാണ് നമ്മുടെ ഈ COVID-19 ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈനിൽ കൂടി റിലീസ് നടത്തുന്ന മലയാള സിനിമ? അപ്പോൾ ഏതാണ്? സൂഫിയും സുജാതയും എന്ന് പറയുന്ന സിനിമയാണ്. സൂഫിയും സുജാതയുമാണ് ഓൺലൈൻ വഴി റിലീസ് നടത്തുന്ന മലയാള സിനിമ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഏത് രാഷ്ട്രത്തിന്റെ അതിർത്തിയിലാണ് ഗണ്ഡക് ഡാം സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ, ഇന്ത്യയുടെ ഒരു അതിർത്തി പ്രദേശമായ ഒരു രാഷ്ട്രത്തിന്റെ അടുത്താണ് ഈ ഗണ്ഡക് ഡാം സ്ഥിതി ചെയ്യുന്നത്. അത് ഏത് രാഷ്ട്രമാണ്? അപ്പോൾ നേപ്പാളിന് അടുത്താണ്, ഏകദേശം ബീഹാറിലാണ് ഈ ഗണ്ഡക് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗണ്ഡക് ഡാം നമുക്കറിയാം, ഗണ്ഡക് ഡാമിന്റെ അറ്റകുറ്റപ്പണി നടക്കുവാൻ ആരംഭിച്ചപ്പോൾ നേപ്പാൾ തടസ്സവാദം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത്. അപ്പോൾ ഏത് രാഷ്ട്രത്തിന്റെ അതിർത്തിയിലാണ് ഗണ്ഡക് ഡാം സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളുമായിട്ടുള്ള അതിർത്തിയിലാണ് ഗണ്ഡക് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗണ്ഡക് ഡാം സ്ഥിതി ചെയ്യുന്നത് ലാൽബഗേയ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാൽബഗേയ നദിയിൽ 36 ഗേറ്റുകൾ ഉള്ളതിൽ 18 ഗേറ്റുകൾ നേപ്പാളിലാണ്. അപ്പോൾ 18 ഗേറ്റുകൾ നേപ്പാളിലും, ആകെ 36 ഗേറ്റുകളുണ്ട്. അതിൽ 18 ഗേറ്റുകൾ എവിടെയാണ്? നേപ്പാളിലാണ്. ലാൽബഗേയ നദിയിലാണ് ഈ ഗണ്ഡക് ഡാം സ്ഥിതി ചെയ്യുന്നത്.
അടുത്ത ചോദ്യം, ബ്ലൂംബെർഗ് റിപ്പോർട്ട് അനുസരിച്ച് ലോക സമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 10 ഇടം പിടിച്ച ഇന്ത്യക്കാരൻ. അപ്പോൾ ഏത് ഇന്ത്യക്കാരനാണ് ലോക സമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 10 ഇടം പിടിച്ചത്? ആരുടെ റിപ്പോർട്ടാണ്? ബ്ലൂംബെർഗ്. മുകേഷ് അംബാനിയാണ്. മുകേഷ് അംബാനി 9ാമത്തെ സ്ഥാനം. ആദ്യ 9ാം സ്ഥാനമാണ് മുകേഷ് അംബാനിക്കുള്ളത്. ലോക സമ്പന്നരുടെ പട്ടികയിൽ 9ാം സ്ഥാനം മുകേഷ് അംബാനിക്കാണ്. 6450 കോടി ഡോളറാണ് ഇദ്ദേഹത്തിന്റെ ആ വരുമാനം എന്ന് പറയുന്നത്. 6450 കോടി ഡോളറാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, LBSന്റെ പുതിയ ഡയറക്ടർ വന്നിരിക്കുന്നു. ഡോക്ടർ അബ്ദുൾ റഹ്മാനാണ് LBSന്റെ പുതിയ ഡയറക്ടർ. ഇദ്ദേഹം LBSന്റെ വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയുടെ പ്രഥമ പ്രോ വൈസ് ചാൻസലർ കൂടിയായിരുന്നു ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവി ആര് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്